നമസ്കാരം. അടി തുടങ്ങാം. വീണ്ടും സ്വാശ്രയ തല്ലിന് സമയമായി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഇനി സ്വാശ്രയ പ്രവേശന സീസണാണ്. സമരവും അടിയും നടക്കും. സ്വാശ്രയ കച്ചവടം പഴയതുപോലെ തന്നെ കൊഴുക്കും. ആര് ഭരിച്ചാലും സ്വാശ്രയ മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. സ്വാശ്രയ കച്ചവടം ആരോപിച്ച് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വരും. ഒരു കൂട്ടർ ഭരിക്കുമ്പോൾ മറുകൂട്ടർ രംഗത്തിറങ്ങും. ഇവർ ഭരിച്ചിരുന്നപ്പോൾ ഇപ്പോൾ വിശ്രമത്തിലായവർ തെരുവിലിറങ്ങിയിരുന്നു. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള ഫീസ് വർധനയും KSU സമരത്തിനു നേരെ നടന്ന പോലീസ് ലാത്തിച്ചാർജുമായിരുന്നു അടിക്കുള്ള അടിയന്തര വിഷയം. കൂട്ടം കൂട്ടമായി നിന്ന ചെറിയ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെ നൂറുകണക്കിന് പോലീസുകാർ ഫൈബർ ലാത്തി ഉപയോഗിച്ചാണ് സർ തലക്കടിച്ചത്. കാണാത്തതു കണ്ടു നടക്കണ കാഴ്ചക്കാരുടെ നാടാണ്. എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണ്. ആരുടെ എന്റെ അളിയനെ തല്ലിയത്? എന്റെ അളിയനെ തൊട്ടവൻ ഏത് കൊല കൊമ്പനായാലും എനിക്ക് പുല്ലടി പുല്ല്. വലിയ മുട്ടൻ വടി കയ്യിൽ, ആ മുട്ടൻ വടിയും എടുത്ത് പ്രകടനം നടത്തുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പൊടികെട്ടിയ വടിയല്ല, ഈ വണ്ണമുള്ള വടി. അത് നല്ല ഉയരത്തിൽ ഇങ്ങനെ കുത്തി നടക്കുകയാണ്. എന്താണ് സാർ അതിന്റെ ആവശ്യം? ഇടവും പലവും തിരിയും നേരം പിടിയും പതിയും പതിവാണ്. നേരും നെറിയും പേരിത് പോലും കാണാനില്ലല്ലോ. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഈ ഒരു ഫീസ് ഘടന പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. അല്ലാത്ത പക്ഷം കൃത്യമായി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് PG അഡ്മിഷൻ നടക്കുന്ന കലാലയങ്ങൾ, നടക്കുന്ന ആശുപത്രികൾ ഉപരോധിച്ച് അവിടുത്തെ അഡ്മിഷൻ തടസ്സപ്പെടുത്താൻ കേരള വിദ്യാർത്ഥികൾ മുമ്പോട്ട് വരും. കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള കല്ലാണല്ലോ കയ്യിലുള്ളത്, അത്രയും വണ്ണമുള്ളതാണല്ലോ. എന്തിനാണ് സാർ അങ്ങനെ കല്ലെടുക്കുന്നത്? ഈ കല്ല് പോലീസുകാരുടെ നേരെ വലിച്ചെറിയുന്ന ദൃശ്യമുണ്ടല്ലോ സാർ. എന്തിനാണ് അത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കിയത്? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ? ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നരയിക്കാൻ വയ്യ. പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റ KSU പ്രവർത്തകരുടെ ചോര പുരണ്ട ഷർട്ടുമായാണ് പ്രതിപക്ഷം സഭയിൽ എത്തിയത്. പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ ചോര പുരണ്ട സ്വന്തം ഷർട്ടുമായി സഭയിലെത്തിയ പിണറായിക്ക് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ കാക്കിയിൽ പുരണ്ട ചോരയെക്കുറിച്ചാണ് പറയാനുള്ളത്. സർ, അലോഷി എന്ന് പറയുന്ന വിദ്യാർത്ഥി എറണാകുളം ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തിന് അതിക്രൂരമായ രീതിയിലാണ് മർദ്ദനമുണ്ടായത്. സർ, അദ്ദേഹത്തിന്റെ ഷർട്ടാണ് സാർ ഇത്. ചോര പുരണ്ട ഈ ഷർട്ട് ഞാൻ ഈ സഭയിൽ പ്രദർശിപ്പിക്കുകയാണ് സർ. ഞാൻ ഇടാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. ചൂടാവരുത്. ഏത് നിമിഷവും പ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ചൂടാകുന്നില്ല. പിടിമുറുകും ചരടിന് മുകളിൽ വെറുതെ ഒരു ചരട് വലിച്ചധികാരത്തിൽ തുടരാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നല്ല പരിക്കാണല്ലോ ഏറ്റത്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ യൂണിഫോമിലടക്കം രക്തം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണല്ലോ വരുന്നത്. ഇവിടെ ആക്രമണം എത്ര രൂക്ഷമായിരുന്നു എന്നല്ലേ അത് കാണിക്കുന്നു. അദ്ദേഹത്തിന് പോലീസിന്റെ കാക്കിയിൽ പുരണ്ട രക്തത്തെ പറ്റിയാണ് ദുഃഖം. വിദ്യാർത്ഥികളുടെ ശരീരത്ത് വീണ ലാത്തിയെ പറ്റി അദ്ദേഹം പറയുന്നില്ല. അവരുടെ ശരീരത്ത് വീണ രക്തത്തെ പറ്റി അദ്ദേഹത്തിന് പ്രയാസമില്ല. കോമാളിത്തം ആരോടും പറയാതെ അഴിതെറ്റിപ്പോയാൽ ആനക്കുഴിതൻ ചതിയുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. സർ, ഈ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി
ഗവൺമെന്റ് ശ്രമിക്കുകയാണെങ്കിൽ സാർ ആ ഓരോ തുള്ളി ചോരയിൽ നിന്നും സാർ ആ ഓരോ തുള്ളി ചോരയിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വലിയ സമരം KSUവിന്റെ ആഭിമുഖ്യത്തിലൂടെ നടത്തുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ KSU പ്രവർത്തകർക്ക് ചികിത്സ നിഷേധിച്ചെന്നാണ് സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു പരാതി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവിടെ പോയിട്ടും കാര്യമുണ്ടായില്ലത്രേ. തല്ലിയ പോലീസിൻ്റെ മന്ത്രിയായ മുഖ്യമന്ത്രി ഇടപെട്ടപ്പോഴേ KSU പിള്ളേർക്ക് കിടക്ക കിട്ടിയുള്ളൂ. അടി കിട്ടിയാലും ചികിത്സ കിട്ടുകയില്ല എന്ന അവസ്ഥ കന്നി സമരത്തിനിറങ്ങിയ പുതിയ KSU നേതൃത്വത്തിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞെ, നമ്മൾ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. സമാധാനപരമായി KSU ഇന്ന് നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെ നിന്ദ്യവും നീചവും അതിക്രൂരവുമായിട്ടുള്ള മർദ്ദനമാണ് പോലീസ് അഴിച്ചുവിട്ടത്. കാല് വലിയ കുഴപ്പമില്ല, സാമാന്യം നല്ല പരിക്കുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കൈക്ക് കിട്ടൊന്നുമില്ലല്ലോ. മൊത്തം അങ്ങോട്ട് പോരാ, കുറച്ചുകൂടെ ഭീകരത ഉണ്ടായിരുന്നെങ്കിൽ. ഏതായാലും സാരില്ല. ഒരു ഡോക്ടർ പിടിവാശി എടുത്തു, എന്നിട്ട് സൂപ്രണ്ട് പറഞ്ഞിട്ട് പോലും അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്തപ്പം വേറൊരു ഡോക്ടറെ കൊണ്ടുവന്ന് സർജിക്കൽ കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കൊണ്ടാണ് ഇത് അഡ്മിറ്റ് ചെയ്യിച്ചത്. സർ, ചെന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കടലാസുമായി ഒരാൾ ചെന്ന് ഇവരെല്ലാം അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഇത് ഓരോരുത്തരായിട്ട് വരട്ടെ, അവരെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാലോ എന്നുള്ള നിലപാടാണ് അവരെടുത്തത്. അവരെ അഡ്മിഷൻ ഒരു തരത്തിലും എതിരായി നിന്നിട്ടില്ല. അടി കൊണ്ട് നടക്കാൻ വയ്യ. ഞങ്ങളെ പോയി ആശുപത്രിയിൽ പോയി കണ്ടതാണ്. നടക്കാൻ വയ്യാത്ത കുട്ടികളുടെ ചീട്ടുമായി വേറൊരാൾ പോകുന്നതിന് എന്ത് തെറ്റാവുള്ളേ? കുഞ്ഞെ, ഞങ്ങൾ ഇപ്പൊ പോകണം. ഇതിനോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. ഏത് ഡോക്ടറാണെങ്കിലും ആ ഡോക്ടറെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയാണ് സർജറി. സൂപ്രണ്ട് പറഞ്ഞാൽ കേൾക്കാത്ത ഡോക്ടർ, AK ബാലൻ പറഞ്ഞാൽ കേൾക്കാത്ത സൂപ്രണ്ട്. സാർ, എന്ത് സാറേ നടക്കുന്നത്? അവരുടെ കയ്യിൽ വാർക്കക്കമ്പി ഇല്ലായിരുന്നു, അവരുടെ കയ്യിൽ പണിയായുധങ്ങളില്ലായിരുന്നു. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? സാർ, ഇവിടെ വിദ്യാർത്ഥികൾ സമരങ്ങളോട് ഗവൺമെന്റ് സഹിഷ്ണുത കാണിക്കണം, പോലീസ് സഹിഷ്ണുത കാണിക്കണം. നിയമസഭയിൽ എല്ലാ കാലത്തും അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്ന ഒരു ഹിറ്റ് മറുപടിയുണ്ട്: വിവരം ശേഖരിച്ചു വരുന്നു. സർക്കാർ മാറിയാലും വിവരശേഖരണം തീരില്ല. അതിനി നടപ്പില്ലെന്നും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്ന വകുപ്പുകളെ മാതൃകയാക്കി ഉത്തരങ്ങൾ സഭാസമ്മേളനം തീരും മുമ്പ് നൽകണമെന്ന് മറ്റു മന്ത്രിമാർക്ക് സ്പീക്കർ ശക്തമായ റൂളിംഗ് നൽകി. ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൽ പ്രസ്തുത പരാതി വസ്തുതാപരമാണെന്നും അന്നേ ദിവസത്തെ കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നൽകിയിരുന്നതായും കാണുകയുണ്ടായി. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 244 ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ആ ദിവസത്തേത് മാത്രമായി ഇനിയും നൽകാനായിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്നേ ദിവസത്തേക്ക് മറുപടി നൽകേണ്ടിയിരുന്ന 305 നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളിൽ 16 എണ്ണത്തിന് മാത്രമാണ് യഥാസമയം മറുപടി ലഭിച്ചിട്ടുള്ളത്. ഇതും അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു സാഹചര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി ലഭിക്കാത്തത് സംബന്ധിച്ച പരാതികൾ വീണ്ടും വീണ്ടും സഭാതലത്തിൽ ഉയർന്നു വരുന്നതും അവ ഓരോന്നിൻ്റെയും പേരിൽ ചെയറിൽ നിന്ന് ആവർത്തിച്ച് റൂളിങ്ങുകൾ ഉണ്ടാകുന്നതും ഒഴിവാക്കപ്പെടേണ്ടതാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ചൊരു മാർവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? ബഹുമാനപ്പെട്ട സാമാജികർ 10 ദിവസങ്ങൾക്ക് മുൻപ് എഴുതി സമർപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് യഥാസമയം മറുപടി നൽകാതിരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ന്യായീകരണം പര്യാപ്തമാകുമെന്ന് ചെയർ കരുതുന്നില്ല. കാര്യോപദേശക സമിതിയുടെ 7ാമത് റിപ്പോർട്ടിലെ ശുപാർശ സഭ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഭയുടെ 5ാം സമ്മേളനം ഈ മാസം 25-ാം തീയതി അവസാനിക്കുകയാണ്. ഇനിയും 6 ദിവസമാണ് സഭ സമ്മേളിക്കാനിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ സമ്മേളന കാലത്ത് ലഭിച്ച ചോദ്യങ്ങൾക്കുള്ള നോട്ടീസുകളിൽ ഇനിയും മറുപടി ലഭ്യമാക്കാനുള്ള ഉൾപ്പെടെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ മറുപടി 25-ാം തീയതിക്കകം തന്നെ നൽകണമെന്ന് ചെയർ റൂൾ ചെയ്യുന്നു. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. വക്രദൃഷ്ടിയിൽ ഇടവേള. ചെന്നിത്തലയ്ക്കും നാക്കുപിഴ. പോലീസിന്റെ നരനാട്ടായിരുന്നു. നരനായാട്ട്